ഹലോ ഡിയേഴ്സ്, അഖില മിസ് ആണ്. നമ്മുടെ ക്ലാസ് 8 CBSE മക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റേജിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അല്ലേ. കാരണം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, നമ്മളെ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഇതാ ചേഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. പുതിയ ടെക്സ്റ്റ് ബുക്ക് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ജൂൺ എൻഡോടുകൂടി മാത്രമേ അത് നമ്മുടെ കയ്യിൽ ലഭ്യമാവുന്നുള്ളൂ അല്ലേ. അപ്പോൾ ഈ ഒരു ടൈമിൽ എങ്ങനെയാണ് നമ്മൾ ക്ലാസ് 8 CBSEയിലേക്ക് പ്രിപ്പയർ ആവേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ CBSE എന്നെ സജസ്റ്റ് ചെയ്തിരിക്കുന്ന ബ്രിഡ്ജ് കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പേര് പോലെ തന്നെ മക്കൾ മനസ്സിലാക്കേണ്ടത് 7th CBSE വരെ അല്ലെങ്കിൽ 7th CBSEയിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. എന്നാൽ അത് കഴിഞ്ഞ് 8ലേക്ക് പോകുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്ക് ചേഞ്ച് ആവുന്ന സമയത്ത് ഒരുപാട് പുതിയ കോൺസെപ്റ്റുകൾ, അതുപോലെ തന്നെ ഒരുപാട് പുതിയ കാര്യങ്ങളായിരിക്കും നമ്മുടെ സിലബസിൽ ആഡ് ഓൺ ആക്കിയിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ ഈസി ആക്കുക എന്നുള്ളൊരു ഉദ്ദേശം തന്നെയാണ് നമ്മുടെ ബ്രിഡ്ജ് കോഴ്സിനുള്ളത്. അതായത് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ, അത് തന്നെയാണ് നമ്മുടെ ബേസിക് എന്ന് നമുക്ക് അറിയാവുന്നതാണ്. എന്നാൽ അതോടൊപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പുതിയ കാര്യങ്ങൾ കൂടെ ഇതാ ഈ ബ്രിഡ്ജ് കോഴ്സിൽ നമ്മൾ ആഡ് ഓൺ ചെയ്തതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ഓരോ സബ്ജക്റ്റും അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സയൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കോമ്പറ്റീറ്റീവ് ബേസ്ഡ് ആയിട്ടുള്ള, അതുപോലെ തന്നെ കുറച്ചുകൂടെ ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം അതനുസരിച്ചാണ് നമ്മുടെ ബ്രിഡ്ജ് കോഴ്സ് കിടക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ബ്രിഡ്ജ് കോഴ്സിൻ്റെ PDF ഒക്കെ നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ടാവും, നിങ്ങളും അത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ അനലൈസ് ചെയ്യുന്ന ഒരാൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഈ ഒരു 8 CBSE എന്ന് പറയുന്നത് നമ്മളെ സീനിയേഴ്സ് പഠിച്ചതിനേക്കാൾ കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് എക്സ്ട്രാ പഠിക്കാനായിട്ടുണ്ട്. പഠിക്കുന്നതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചുകൂടെ ആക്ടിവിറ്റി സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ഒരു സിലബസ് തന്നെയാണ് നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബേസിലാണ് നമ്മുടെ ഹയർ ക്ലാസ്സസ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടത്. കാരണം നമുക്കറിയാം CBSE എന്ന് പറയുന്ന സമയത്ത് 9th CBSE, 10th CBSE, അത് കഴിഞ്ഞുള്ള നമ്മുടെ കോമ്പറ്റീറ്റീവ് എക്സാം, അതിൻ്റെയൊക്കെയുള്ള ഒരു ബേസ് എന്ന് പറയുന്നത് ഇതാ ഈ മാറുന്ന ടെക്സ്റ്റ് ബുക്കോടൊപ്പം തന്നെ നമ്മളെയും കൂടെ നമ്മളെയും കൂടെ സെറ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ബ്രിഡ്ജ് കോഴ്സ് എങ്ങനെ നമ്മൾ പഠിച്ചെടുക്കും, അല്ലെങ്കിൽ ഈ ഒരു കാലയളവിൽ ജൂണിലാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് കിട്ടുക എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ആ ഒരു കാലയളവിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്കറിയാം നമ്മുടെ സൈലത്തിൻ്റെ ക്ലാസ് 8 CBSEയുടെ ഓൺലൈൻ ട്യൂഷൻ ബാച്ചാണ് യോധ ബാച്ച് എന്ന് പറയുന്നത്. നമ്മുടെ യോധ ബാച്ചിൽ ഇതാ നമ്മുടെ ബ്രിഡ്ജ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് കിട്ടുന്നത് വരെയുള്ള സമയം യൂസ്ഫുൾ ആയിട്ട് തന്നെ നമ്മൾ പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതുവരെയും മക്കളെ യോധ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. ദാ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതിയാവും. ബ്രിഡ്ജ് കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകൾ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ ചാപ്റ്ററായിട്ട് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. ബാക്കി നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ നമ്മുടെ ലൈവ് ക്ലാസ്സും റെക്കോർഡഡ് ക്ലാസ്സുകളും അതോടൊപ്പം തന്നെ യൂണിറ്റ് ടെസ്റ്റുകളും എല്ലാം വെച്ചിട്ട് നമ്മുടെ 8 CBSE പുതിയ സിലബസ് എങ്ങനെ ആയാലും ശരി, എത്ര ടഫ് ആണെങ്കിലും ശരി, ഈസി ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, പഠിച്ച് സെറ്റായിട്ട് എടുക്കും. അപ്പോൾ ഇതുവരെയും ജോയിൻ ചെയ്യാത്ത ആളുകൾ എല്ലാവരും ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. യോധ ബാച്ചിൽ കാണാം. ബൈ.